ആർ വി ബാബു മതവിഭാഗങ്ങൾക്ക് അവരുടെ സാഹചര്യത്തെക്കുറിച്ചും അവരുടെ അവകാശങ്ങളെക്കുറിച്ചും ഒക്കെ സംസാരിക്കാം, അത്തരത്തിൽ സംസാരിക്കാറുമുണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ മറ്റൊരു മതവിഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിക്കേണ്ട എന്ത് പശ്ചാത്തലമാണ് ഉള്ളത്? പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയെക്കുറിച്ച് SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ ഗുരുതരമായ ആരോപണങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ പ്രതിനിധാനം ചെയ്യുന്നത് SNDPയെ പോലെ ഒരു സംഘടനയാണ്. പ്രത്യേകിച്ച് ശ്രീനാരായണ ഗുരുവിനെ പോലെ ജാതി ചിന്തകൾക്ക് അതീതമായി ചിന്തിക്കണം, പ്രവർത്തിക്കണം, പുരോഗമന ചിന്താഗതി ഉണ്ടാകണം എന്ന് സമൂഹത്തോട് ആഹ്വാനം ചെയ്ത ഒരു സംവിധാനത്തിൻ്റെ അധ്യക്ഷനായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. അത് സമൂഹത്തിൽ വലിയ തോതിലുള്ള വിഭാഗീയതയും തമ്മിലടിക്കുമൊക്കെയല്ലേ വഴിയൊരുക്കുക? കേരളത്തിന്റെ വർത്തമാനകാല സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. എന്നു മുതലാണ് SNDP യോഗത്തിന്റെ നേതാക്കന്മാർക്ക് ഇത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മൾ വിലയിരുത്താതെ പോകുന്നത്, അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്നത് ഈ പ്രശ്നത്തോട് വസ്തുതാപരമായ ഒരു സമീപനമാവില്ല. നമുക്കറിയാം, കേരളത്തിൽ കുറെ കാലങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സംഘടിത മതവിഭാഗങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കുന്ന സാഹചര്യമാണ് പല കാര്യങ്ങളിലും നമ്മൾ കണ്ടുവരുന്നത്. അതെങ്ങനെ പറയാൻ സാധിക്കും ശ്രീ ആർ വി ബാബു? ഇവിടെ ഇതാ വെള്ളാപ്പള്ളി നടേശൻ ഉദാഹരണമായി കാണിച്ചത് സൂംബയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. സൂംബ ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സമസ്തയോട് അഭിപ്രായം ചോദിക്കണം എന്ന് പറയുന്നു. സൂംബ കേരളത്തിൽ നടപ്പിലാക്കി, സൂംബ നടപ്പിലാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പഠന സമയത്തിൽ മാറ്റം വരുത്തുന്നു. അതിൽ ചില സംഘടനകൾ എതിർപ്പ് വരുത്തുന്നു. ആ എതിർപ്പിനൊന്നും സർക്കാർ വഴങ്ങിയിട്ടില്ല. സർക്കാർ സ്വാഭാവികമായും ഒരു ഭരണ സംവിധാനത്തിൽ എല്ലാ മതവിഭാഗങ്ങളും ഒക്കെയായി ചേർന്ന് നിൽക്കേണ്ടി വരും, ആശയവിനിമയം നടത്തേണ്ടി വരും. അതിനർത്ഥം കീഴ്പ്പെട്ടുപോയി എന്നല്ലല്ലോ. അവർ പറയുന്നത് പോലെ നടക്കുന്നു കാര്യങ്ങളെങ്കിലല്ലേ നമുക്ക് കീഴ്പ്പെട്ടു എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നത് എന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാൽ താങ്കളോട് ഞാൻ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം. ഇപ്പൊ സൂംബ കാര്യം പറഞ്ഞു. സൂംബ എത്ര സ്കൂളുകളിൽ നടപ്പാക്കിയെന്നാണ്? കായിക അധ്യാപകര്, ഞാൻ പറഞ്ഞോട്ടെ, ഇനി താങ്കൾ എന്നോട് ചോദിച്ചല്ലോ, ഇനി ഞാൻ പറയാം. കായിക അധ്യാപകര് ഉള്ള സ്ഥലങ്ങളിൽ പോലും സൂംബ ഡാൻസ് നടക്കുന്നില്ല. സൂംബ ആ ദിവസം അന്ന് പ്രഖ്യാപിച്ച ആ ദിവസം നടന്നതല്ലാതെ പിന്നീട് സ്കൂളുകളിൽ സൂംബ നടക്കുന്നതായിട്ട് റിപ്പോർട്ടില്ല. അത് ഒറ്റ കാര്യം. ശരി, ഈ സൂംബ നടക്കാത്തത് മുസ്ലിം മതവിഭാഗം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലുള്ള സ്കൂളുകളിലാണോ ഈ നടക്കാത്തത്? ഞാൻ പറഞ്ഞോട്ടെ, കേരളത്തിൽ സൂംബ പോലെ ഇതേപോലെ തന്നെയാണ്. ഇപ്പോ തുടക്കത്തിൽ ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറില്ല, ഒരു തരത്തിലുള്ള മാറ്റവും ഞങ്ങൾ വരുത്തില്ല എന്ന് പറഞ്ഞ് പിന്നീട് ഇപ്പൊ ഈ സ്കൂൾ സമയമാറ്റത്തെ സംബന്ധിച്ചും ചർച്ചയ്ക്ക് പോകാനും അതിപ്പോഴും ഇനി എന്താവും എന്നുള്ളത് നമ്മൾ കണ്ടറിയണം. ഇതുവരെ നടപ്പായിട്ടില്ലല്ലോ, നമ്മൾ കണ്ടറിയണം. ഇതേ കാര്യത്തിൽ ഇതേപോലെ വലിയ ബലം പിടിച്ചു പോയതാണ് ന്യൂട്രൽ ജെൻഡർ യൂണിഫോം. എവിടെ എത്തി? നടപ്പായോ? സ്കൂൾ കുട്ടികളിലെ മിക്സഡ് ആയിട്ട് ഇരിക്കണമെന്ന ഒരു സമീപനം സർക്കാർ എടുത്തു. എവിടെ എത്തി? നടപ്പായോ? നടപ്പായില്ലല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രതിജ്ഞ, സ്ത്രീ സമത്വത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയത് ഏതടിസ്ഥാനത്തിലായിരുന്നു? ആരുടെ എതിർപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു? അത് നടപ്പായോ? ഇല്ലല്ലോ. ഈ പറയുന്ന സംഘടനകളുടെ മുൻ നിലപാടെന്തായിരുന്നു? സ്ത്രീ സമത്വം എന്നുള്ള വിഷയത്തില് സ്ത്രീകളുടെ സ്വത്താവകാശത്തെ സംബന്ധിച്ച് ഈ സംഘടനകളുടെ നിലപാടെന്തായിരുന്നു മുൻകാലങ്ങളിൽ? ആ നിലപാടാണോ ഇപ്പൊ അവർക്കുള്ളത്? ശരിയത്താണ് ശരി എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ അഫിഡാവിറ്റ് കൊടുത്തത് ആരാ? ഈ ഗവൺമെന്റ് അല്ലേ? ഈ ഭരിക്കുന്ന ഗവൺമെന്റ് അല്ലേ? അപ്പൊ മുസ്ലിം ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നൊന്നായിട്ട് മുട്ടുമടക്കുന്ന ഒരു സമീപനം കേരളത്തിൽ എത്രയോ കാലങ്ങളായിട്ട് കേരളത്തിലെ ജനത കണ്ടുവരികയാണ്. ഈ ഇസ്ലാമിക മതാധിപത്യത്തിന്റെ മേൽ അതിന് മേലാണ് കേരളം ഭരിക്കപ്പെടുന്നത്. അതിന്റെ സ്വാധീനത്തിലാണ്, നിയന്ത്രണത്തിലാണ് എന്നുള്ള യാഥാർത്ഥ്യം കേരളത്തിന്റെ ജനങ്ങളുടെ മുമ്പിൽ പച്ചയായി നിലനിൽക്കുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ശ്രീ ആർ വി ബാബു, ഈ വിഷയത്തിൽ മറ്റു ഏത് മതവിഭാഗത്തിന്റെ ആവശ്യങ്ങളാണ് ഹനിക്കപ്പെട്ടത് എന്ന് കൂടി പറയണ്ടേ? അല്ല, ഒരു മതവിഭാഗത്തിന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കുമ്പോൾ അത് സമൂഹത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അതാണ് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞല്ലോ. ഒരു മതവിഭാഗത്തിന്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ സർക്കാർ മുട്ടുമടക്കുന്നു. പല കാര്യങ്ങൾക്ക് വേണ്ടി, പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുട്ടുമടക്കുന്നു. ഇപ്പൊ മലപ്പുറം ജില്ലയെ കുറിച്ച് പറഞ്ഞു. ഇവിടുത്തെ ജനങ്ങൾക്ക് ആശങ്കയുണ്ട്. മലപ്പുറത്ത് 4 നിയമസഭാ സീറ്റുകൾ കൂടി. 4 നിയമസഭാ സീറ്റുകൾ കൂടുമ്പോൾ ആലപ്പുഴയിൽ 2 കുറഞ്ഞു, പത്തനംതിട്ടയിൽ കുറയുന്നു. ഹിന്ദു ഭൂരിപക്ഷ ജില്ലകൾ എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിൽ കുറയുമ്പോൾ ഈ ജനസംഖ്യയിൽ ഉണ്ടാകുന്ന അസന്തുലിതാവസ്ഥ സമൂഹത്തെ ബാധിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്?
ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കണ്ടേ, ആലോചിക്കണ്ടേ? അപ്പോ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അല്ല, അത് മറ്റൊരു വിഭാഗത്തെ ചൂണ്ടിയാണോ പറയേണ്ടത്? അത് അങ്ങനെ ആശങ്കയുണ്ടെങ്കിൽ അത് മറ്റൊരു വിഭാഗത്തെ ചൂണ്ടിയല്ലല്ലോ പറയേണ്ടത്. ആശങ്ക ആ വിഭാഗം പരിഹരിക്കട്ടെ എന്നുള്ളതല്ലേ? ആശങ്ക ഉണ്ടാകുന്നത് അത് ഉയർത്തി കാണിക്കാനുള്ള ബാധ്യതപ്പെട്ട സ്ഥാനത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എവിടെയാ സംസാരിച്ചത്? വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത് അവരുടെ യോഗത്തിലാണ്, അവരുടെ നേതൃയോഗത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ സമുദായ അംഗങ്ങളോട് പറഞ്ഞത് ഒന്നിൽ കൂടുതൽ കുട്ടികളെ നിങ്ങൾ ഉണ്ടാവണം, നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാവണം എന്ന ഒരു ഉപദേശമല്ല അദ്ദേഹം നൽകിയത്. ഇവിടെ സാമൂഹ്യ യാഥാർത്ഥ്യം ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. അത് പറയുമ്പോൾ വർഗീയ ഇവിടെ ഓരോ ഉദാഹരണം വെള്ളാപ്പള്ളി നടേശന്റെ സമത്വ മുന്നേറ്റ യാത്രയിൽ വലിയ വിവാദം ഉണ്ടായി. എന്തായിരുന്നു കാരണം? കോഴിക്കോട് മാൻഹോളില് നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ വീണ് കൊല്ലപ്പെട്ടപ്പോൾ അയാളുടെ റിവാർഡ് പ്രഖ്യാപിച്ചു. വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാണിച്ചത് എന്തായിരുന്നു? നൌഷാദാണ് എന്നുള്ള ഒറ്റക്കാരണം കൊണ്ട് നൌഷാദിന് 10 ലക്ഷം രൂപ അവാർഡ് കൊടുത്തപ്പോൾ ഇവിടെ സമാനമായ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടുന്നവർക്ക് 10 രൂപ പോലും റിവാർഡ് കൊടുക്കാൻ സർക്കാർ തയ്യാറില്ല എന്ന് വരുന്ന ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കും. ഹൈക്കോടതി എന്താ പറഞ്ഞേ? വർഗീയ പ്രീണനത്തെ ചൂണ്ടിക്കാണിക്കുന്നത് അത് ഹേറ്റ് ആവില്ല, അതൊരു ഹേറ്റ് സ്പീച്ചിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധ്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ വെള്ളാപ്പള്ളി നടേശന്റെ കേസ് തള്ളിപ്പോയത്? അപ്പൊ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ തരത്തിലുള്ള വർഗീയ പ്രീണനം സംഘടിത മതശക്തികൾക്ക് മുമ്പിൽ എത്രയോ കാലങ്ങൾ ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ? പാലസ്തീൻ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. പാലസ്തീന് വേണ്ടി ഈ സംഘടനകൾ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ പാലസ്തീൻ അനുകൂല സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുക. ആരെ പ്രീണിപ്പെടുത്താനാണ്? അല്ല, അത് ശ്രീ RV ബാബു, ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് അവരുടേതായ നിലപാടെടുക്കാൻ പറ്റൂല ലോകക്രമത്തിലെ പല വിഷയങ്ങളിലും. ഇപ്പോൾ പലസ്തീനെ പിന്തുണയ്ക്കണോ ഇസ്രായേലിനെ പിന്തുണയ്ക്കണോ എന്നതൊക്കെ അവരുടെ സംഘടനാപരമായ തീരുമാനങ്ങൾ അവർക്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളില്ലേ? ആ സ്വാതന്ത്ര്യം ഉണ്ട്. അതിന്റെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കേണ്ടി വരില്ലേ? ഇപ്പോ ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗാസയ്ക്ക് അനുകൂലമായി പ്രതിഷേധം നടത്തുന്ന അതേ കൂട്ടർ എന്തുകൊണ്ട് ഇറാനിലെ 400ഓളം മുസ്ലിം പെൺകുട്ടികൾ ഈ ഹിജാബിന്റെ പേരിൽ വേട്ടയാടപ്പെട്ടപ്പോൾ അവർ മിണ്ടാതിരുന്നു? മനുഷ്യാവകാശം എല്ലായിടത്തും ഒരുപോലെയല്ലേ? അല്ല, അത് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആഭ്യന്തര വിഷയം എന്ന നിലയിലേക്ക് കണക്കാക്കാൻ സാധിക്കും. എന്തിനു വേണ്ടി? സംഘടിത മതശക്തിയെ പ്രീണിപ്പിക്കാൻ വേണ്ടി എന്ന ഒരു യാഥാർത്ഥ്യത്തിലേക്ക് താങ്കൾ ഈ പറയുന്ന സംഘടിതമാകാം മതശക്തി. അങ്ങനെയെങ്കിൽ പോലും ഡേറ്റകൾ പരിശോധിച്ചാൽ മുസ്ലിം മതവിഭാഗമാണോ കേരളത്തിലെ ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുന്ന മതവിഭാഗം? അല്ല, മുസ്ലിം മതവിഭാഗം ഇന്നത്തെ നിലയിൽ 30% എത്തിയിട്ടുണ്ട് എങ്കിൽ ഒരു ഓർഗനൈസ്ഡ് അല്ല, അതെങ്ങനെയാണ് താങ്കൾ 30%-ത്തിലേക്ക് എത്തിയെന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കുന്നത്? നിലവിലെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു 2021 സെൻസസ് റിപ്പോർട്ട് വന്നിട്ടില്ല, അല്ലെങ്കിൽ നടന്നിട്ടില്ല. 2011 സെൻസസ് റിപ്പോർട്ടാണ് ഇപ്പൊ നിലവിലുള്ളത്. അത് 27%. 2011 സെൻസസിൽ 27%. 2001 2011 സെൻസസ് റിപ്പോർട്ടില് മുസ്ലിം ഗ്രോത്ത് റേറ്റ് കണക്കാക്കിയാൽ അത് 30% വേറെ വരും. നിലവിൽ നമുക്ക് 1971 മുതൽ 2011 വരെയുള്ള സെൻസസ് റിപ്പോർട്ടുകളിൽ മുസ്ലിം ഗ്രോത്ത് റേറ്റ് മാത്രം ആവറേജ് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കണക്കാക്കാനായിട്ട് പാഴൂർ പടിപ്പുര പോകേണ്ട ആവശ്യമില്ല സാർ. നമുക്ക് സാമാന്യ യുക്തി മതി. നിലവിൽ നമുക്ക് കാണപ്പെടുന്ന 4 പേരിൽ ഒരാൾ മുസ്ലിമാണ് എന്ന് ഇന്ന് പുറത്തിറങ്ങി നടക്കുമ്പോൾ മനസ്സിലാവും. അത് പുറത്തിറങ്ങി നടക്കുന്നവർക്ക് മനസ്സിലാവും. അല്ല, അതുകൊണ്ട് അവർ ഭൂരിപക്ഷമായി എന്നാണ് അതിനർത്ഥം? ഇല്ല, ഞാൻ ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞില്ലല്ലോ. മറിച്ച് അവർ ഓർഗനൈസ്ഡ് സൊസൈറ്റിയാണ്. ആ ഓർഗനൈസ്ഡ് സൊസൈറ്റി, അതാണ് ഞാൻ ചോദിച്ചത്. അവർ ഓർഗനൈസ്ഡ് സൊസൈറ്റി ആണെങ്കിൽ അത് അവരുടെ ആഭ്യന്തരമാകുന്ന വിഷയമാണ്. മറുഭാഗത്ത് അവരെക്കാൾ ജനസംഖ്യയുള്ള വിഭാഗങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്നു. അതിന് അവരാണോ ഉത്തരവാദികൾ? ഇപ്പോൾ ഹൈന്ദവ വിഭാഗത്തെ പരിശോധിച്ചാൽ ഇപ്പോഴും താങ്കൾക്ക് മനസ്സിലാകുമല്ലോ, ഇപ്പോഴും താങ്കൾ ഈ ഡേറ്റ പറയുമ്പോഴും കേരളത്തിൽ ഹൈന്ദവ വിഭാഗമാണല്ലോ മെജോറിറ്റി. അവർ പരസ്പരം തമ്മിലടിച്ചു നിൽക്കുന്നു. അവർക്കിടയിൽ ഉച്ചനീചത്വങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. സംഘടിത സ്വഭാവമില്ല എങ്കിൽ അതിന് ഇസ്ലാം മതവിഭാഗമാണോ ഉത്തരവാദികൾ? അല്ല, അങ്ങനെ ഹിന്ദുക്കൾ ജാതി മറന്ന് സംഘടിക്കുന്നതിനോടുള്ള ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാടെന്താണ്? അങ്ങനെ സംഘടിക്കാൻ അവരെപ്പോഴെങ്കിലും സമ്മതിക്കുമോ? ഉടനെ പറഞ്ഞ് ജാതി പറഞ്ഞ് അവരെ ഭിന്നിപ്പിക്കാനുള്ള ശ്രമമല്ലേ നടത്താറ്? അതിനെ വർഗീയമായിട്ടല്ലേ മുദ്രകുത്താറ്? അത് മതേതര വിരുദ്ധമാണെന്നല്ലേ പറയാറ്? അപ്പൊ ഹിന്ദുക്കൾ ഒരുമിച്ച് വരണം എന്ന് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത്. ഹിന്ദുക്കൾ ഒരുമിച്ച് വരണം, ഭൂരിപക്ഷ സമൂഹത്തിന്റെ ഐക്യം ഉണ്ടാകണം എന്ന് പറയുമ്പോൾ അതേ വെള്ളാപ്പള്ളി നടേശനെ നിങ്ങൾ കുരിശിലേറ്റാറല്ലേ പതിവ്?
പഠിപ്പിക്കാനല്ലേ ശ്രമിക്കാറുള്ളത്. അല്ല, വർഗീയ അപ്പോൾ പരാമർശം നിങ്ങളുടെ ആര് ഈ നടത്തിയാലും അത് ഇരട്ടത്താപ്പ് വെള്ളാപ്പള്ളി എന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതസാമുദായിക വിഭാഗമെന്നോ ഒന്നുമില്ല. ഇപ്പോൾ ഇതാ ഈ സൂംബയുമായി ബന്ധപ്പെട്ട വിഷയം വരുമ്പോൾ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ മതസാമുദായിക സംഘടനകൾക്കനുസരിച്ച് കേരളത്തിന്റെ വിദ്യാഭ്യാസ ചട്ടങ്ങളെ മാറ്റണമെന്നൊന്നും ആരും പറയാറില്ല. അത് ആ സംഘടന നിലപാടെടുത്താൽ പോലും വിദ്യാഭ്യാസ ചട്ടങ്ങളിൽ മതമില്ലാത്ത ജീവൻ എന്നുള്ള ഒരു പാഠഭാഗം ഉണ്ടായിരുന്നല്ലോ എം എ ബേബി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്ത്. എവിടെ പോയി അത്? ആരുടെ എതിർപ്പിനെ തുടർന്നാ പോയത്? ഇവിടുത്തെ മതസംഘടനകൾ തീരുമാനിച്ചു മതമില്ലാത്ത ജീവൻ പഠിപ്പിക്കണ്ടെന്ന്. ഹിന്ദു സംഘടനകളാരും ആവശ്യപ്പെട്ടില്ല. ഒരൊറ്റ ഹിന്ദു സംഘടനയും ആവശ്യപ്പെട്ടില്ല അത് പഠിപ്പിക്കാൻ പാടില്ല എന്ന്. റൈറ്റ്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ്